ആഗോള രാഷ്ട്രീയ ഭൂപടത്തെയും നയതന്ത്ര സമവാക്യങ്ങളെയും പൂർണ്ണമായും മാറ്റിമറിച്ചുകൊണ്ട് ബെർഗൻസ്റ്റോക്കിൽ അരങ്ങേറിയ ചരിത്രപരമായ ലേക്ക് ലുസെൻ ഉച്ചകോടി കേവലം ഒരു താൽക്കാലിക ചർച്ച എന്നതിലപ്പുറം ദശകങ്ങളായി തുടരുന്ന അമേരിക്കൻ അധിനിവേശ രാഷ്ട്രീയത്തിനെതിരെയുള്ള ഇറാന്റെ വൻ നയതന്ത്ര വിജയമായി മാറുകയാണ്. ശത്രുതയുടെയും ഉപരോധങ്ങളുടെയും കനൽ വഴികൾ താണ്ടി ശാന്തസുന്ദരമായ ബെർഗർസ്റ്റോക്ക് തടാകക്കരയിൽ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തിയായ അമേരിക്കയും പശ്ചിമേഷ്യയിലെ പ്രതിരോധത്തിന്റെ പ്രതീകമായ ഇറാനും നേർക്കുനേർ ഇരിക്കുമ്പോൾ അത് ആഗോള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ അധ്യായമായി മാറുകയായിരുന്നു. മാസങ്ങളായി തുടരുന്ന പശ്ചിമേഷ്യൻ സൈനിക സംഘർഷങ്ങൾക്കും ഇസ്രയേലിന്റെ ആക്രമണപരമായ നയങ്ങൾക്കും അമേരിക്കൻ സാമ്രാജ്യത്വം ഏർപ്പെടുത്തിയ ക്രൂരമായ സാമ്പത്തിക ഉപരോധങ്ങൾക്കും പിന്നാലെയാണ് ലോകം ഉറ്റുനോക്കിയ ഈ 8 മണിക്കൂർ നീണ്ട മാരത്തൺ ചർച്ചകൾക്ക് വഴി തുറന്നത്. അമേരിക്കയുടെ സാമ്പത്തിക യുദ്ധമുറകളെയും സൈനിക ഭീഷണികളെയും അതിജീവിച്ച് സ്വന്തം പരമാധികാരവും പ്രാദേശിക സ്വാധീനവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇറാൻ ചർച്ചാമേശയിലേക്ക് എത്തിയതെന്നത് ലോകരാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ്. പാകിസ്ഥാനും ഖത്തറും തന്ത്രപ്രധാനമായ മധ്യസ്ഥരായി പ്രവർത്തിച്ച ഈ ഉച്ചകോടി ഇസ്ലാമാബാദ് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിന്റെ ശക്തമായ ചട്ടക്കൂടിൽ നിന്നാണ് വിഭാവനം ചെയ്തത്. ചർച്ചകൾ കേവലം ഒരു താൽക്കാലിക വെടിനിർത്തലിനപ്പുറം മേഖലയിൽ ഇറാന്റെ നിയമപരമായ അവകാശങ്ങൾ അംഗീകരിക്കുന്നതിലേക്കും ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷാ മുൻകരുതലുകൾ ഉറപ്പാക്കുന്നതിലേക്കും നയിച്ചു. ആഗോള ഊർജ്ജ വിപണിയെ പിടിച്ചുലച്ച പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ ഇറാൻ ഇല്ലാതെ സാധ്യമല്ലെന്ന് വാഷിംഗ്ടണിന്റെ തിരിച്ചറിവാണ് അമേരിക്ക ഈ ചർച്ചയ്ക്ക് നിർബന്ധിതരാക്കിയത്. എണ്ണവില അന്താരാഷ്ട്ര വിപണിയിൽ റെക്കോർഡ് ഉയരത്തിലെത്തുകയും പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ കാരണം അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുത്തുകയും ചെയ്ത സാഹചര്യത്തിൽ ഇറാനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാകില്ലെന്ന് ഒടുവിൽ അമേരിക്കയ്ക്ക് പരസ്യമായി സമ്മതിക്കേണ്ടി വന്നു. ലേക്ക് ലുസൈൻ ഉച്ചകോടിയിൽ ഇറാൻ തങ്ങളുടെ ഏറ്റവും പ്രഗത്ഭരും ശാന്തരുമായ രാഷ്ട്രീയ സൈനിക സാമ്പത്തിക വിദഗ്ധരെയാണ് അണിനിരത്തിയത്. ഇത് ഇറാന്റെ തന്ത്രപരമായ മുൻകരുതലിന്റെ തെളിവായിരുന്നു. ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം രാജ്യത്തിന്റെ ആഭ്യന്തര ഐക്യത്തിന്റെയും പ്രതിരോധ വീര്യത്തിന്റെയും പ്രതീകമായി ചർച്ചാമുറിയിൽ നിലകൊണ്ടു. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ കടുത്ത അമേരിക്കൻ വിരുദ്ധ നിലപാടുകളിലൂടെയും പരുക്കൻ നയതന്ത്രങ്ങളിലൂടെയും ശ്രദ്ധേയനായ ഗാലിബാഫിന്റെ സാന്നിധ്യം ഇറാൻ തങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് വൈറ്റ് ഹൗസിന് നൽകിയത്. ഒപ്പം വിദേശകാര്യ മന്ത്രിയും രാജ്യത്തിന്റെ മുഖ്യ നയതന്ത്ര ചർച്ചക്കാരനുമായ അബ്ബാസ് അറാഖ്ചി, വിദേശകാര്യ മന്ത്രാലയ വക്താവ് എസ്മായിൽ ബഗായി എന്നിവർ ചർച്ചകളുടെ ഓരോ ഘട്ടത്തിലും ഇറാന്റെ താൽപര്യങ്ങൾ കൃത്യമായി സംരക്ഷിച്ചു. സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ ഡെപ്യൂട്ടി സെക്രട്ടറി അലി ബാഗിരി ഖാനി സുരക്ഷാ കാര്യങ്ങളിൽ ഇറാന്റെ ചുവട് ഉറപ്പിച്ചപ്പോൾ സാമ്പത്തിക ബാങ്കിംഗ് കമ്മിറ്റി മേധാവി അബ്ദുൽ നസൽ ഹെമാത്തിയും ഊർജ്ജ എണ്ണ കമ്മിറ്റി മേധാവി ഹമീദ് ബൂഡും അമേരിക്കൻ ഉപദേശങ്ങളുടെ മരവിപ്പ് മാറ്റുന്നതിനുള്ള സാങ്കേതിക തന്ത്രങ്ങൾ മെനഞ്ഞു. ഇതിനെതിരെ അമേരിക്കൻ പക്ഷത്തു നിന്നും വൈസ് പ്രസിഡന്റ് JD വാൻസ്, വൈറ്റ് ഹൗസ് പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്, മുതിർന്ന ഉപദേഷ്ടാവ് ജേഡ് കുഷ്നർ എന്നിവരാണ് പങ്കെടുത്തത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും പ്രതിരോധ സേനാ മേധാവി സയ്യിദ് അസീം മുനീറും ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനിയും ചേർന്ന മധ്യസ്ഥ സംഘം ഇറാന്റെ ന്യായമായ ആവശ്യങ്ങൾക്ക് വലിയ പിന്തുണയാണ് നൽകിയത്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഡയറക്ടർ ജനറൽ റാഫേൽ ക്രോസിയുടെ സാന്നിധ്യവും ചർച്ചകളുടെ ഗൗരവവും അന്താരാഷ്ട്ര സുതാര്യതയും വർദ്ധിപ്പിച്ചു. ചർച്ചകൾക്ക് തൊട്ടു പിന്നാലെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി നടത്തിയ പ്രതികരണങ്ങൾ ഇറാന്റെ നയതന്ത്ര വിജയത്തെ അടിവരയിടുന്നതായിരുന്നു. പാകിസ്ഥാന്റെയും ഖത്തറിന്റെയും ശക്തമായ മധ്യസ്ഥതയിൽ വനിതാ പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹം എക്സിലൂടെ ലോകത്തെ അറിയിച്ചു. അമേരിക്ക ദീർഘകാലമായി ഏർപ്പെടുത്തിയിരുന്ന അന്യായമായ സാമ്പത്തിക ഉപരോധങ്ങളിൽ വലിയ തോതിലുള്ള ഇളവുകൾ നേടിയെടുക്കാൻ ഇറാന് കഴിഞ്ഞു എന്നത് ഈ ഉച്ചകോടിയുടെ ഏറ്റവും വലിയ വിജയമായി വിലയിരുത്തപ്പെടുന്നു. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ എണ്ണ, പെട്രോകെമിക്കൽ കയറ്റുമതിക്കെതിരെയുള്ള അന്താരാഷ്ട്ര നിയന്ത്രണങ്ങൾ ലഘൂകരിക്കാൻ അമേരിക്ക സമ്മതിച്ചിരിക്കുന്നു. ഇതോടെ ആഗോള വിപണിയിലേക്ക് കൂടുതൽ ഊർജ്ജം എത്തിക്കാനും അതുവഴി രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കാനും ഇറാന് കഴിയും. ഇതിനു പുറമെ പാശ്ചാത്യ ബാങ്കുകളിൽ അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തി അമേരിക്ക മരവിപ്പിച്ചു നിർത്തിയിരിക്കുന്ന ഇറാന്റെ കോടിക്കണക്കിന് ഡോളറിന്റെ ആസ്തികൾ വിട്ടുകൊടുക്കാൻ വാഷിംഗ്ടൺ നിർബന്ധിതരായി. ഈ ഫണ്ടുകൾ രാജ്യത്തിന്റെ ആഭ്യന്തര വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനുമായി ഉപയോഗിക്കാൻ ഇറാൻ ഭരണകൂടത്തിന് കഴിയും. കൂടാതെ യുദ്ധവും ഉപരോധങ്ങളും തളർത്തിയ ഇറാനിയൻ മേഖലയ്ക്കായി ഒരു വൻകിട അന്താരാഷ്ട്ര പുനർനിർമ്മാണ വികസന പരിപാടി ആരംഭിക്കാനും ചർച്ചയിൽ ധാരണയായിട്ടുണ്ട്. ഇത് ഇറാന്റെ പ്രതിരോധ രാഷ്ട്രീയത്തിന് അന്താരാഷ്ട്ര തലത്തിൽ ലഭിച്ച വലിയൊരു അംഗീകാരമാണ്. ആഗോള വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ പരമാധികാരവും സുരക്ഷാ മേൽനോട്ടവും പൂർണ്ണമായി അംഗീകരിക്കാൻ അമേരിക്ക തയ്യാറായി എന്നത് ഈ ഉച്ചകോടിയുടെ മറ്റൊരു സുപ്രധാന നാഴികക്കല്ലാണ്. വാണിജ്യ കപ്പലുകളുടെ സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുന്നതിനൊപ്പം മേഖലയിൽ ഉണ്ടാകാൻ ഇടയുള്ള അപകടങ്ങളും തെറ്റായ ആശയവിനിമയങ്ങളും ഒഴിവാക്കാൻ അമേരിക്കയും ഇറാനും തമ്മിൽ നേരിട്ടുള്ള ഒരു ഹോട്ട്ലൈൻ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. ഇത് അമേരിക്കൻ നാവികസേനയ്ക്ക് ഇറാന്റെ അതിർത്തികളിൽ സ്വമേധ ഇടപെടാനുള്ള അവകാശത്തെ ഇല്ലാതാക്കുകയും മേഖലയിലെ സമാധാന ചുമതല ഇറാനിൽ നിക്ഷിപ്തമാവുകയും ചെയ്തു. കൂടാതെ ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന ക്രൂരമായ അധിനിവേശങ്ങൾക്കും സൈനിക പ്രവർത്തനങ്ങൾക്കും അറുതി വരുത്തുക എന്ന ലക്ഷ്യത്തോടെ ഇറാൻ, US, ലെബനൻ എന്നിവർ
ഉൾപ്പെടുന്ന ഒരു പ്രത്യേക സംഘർഷ നിർമ്മാർജ്ജന സെൽ രൂപീകരിച്ചു. ലെബനിലെ പ്രത്യേക ശക്തികൾക്ക് ഇറാന്റെ ശക്തമായ രാഷ്ട്രീയ പിന്തുണയുള്ള സാഹചര്യത്തിൽ ഈ സെല്ലിൽ ഇറാന്റെ സാന്നിധ്യം മിഡിൽ ഈസ്റ്റിലെ പ്രതിരോധ സഖ്യത്തിന്റെ വിജയമായി വിലയിരുത്തപ്പെടുന്നു. പ്രാദേശിക സുരക്ഷാ ക്രമീകരണങ്ങളിൽ ഇറാനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു തീരുമാനം സാധ്യമല്ലെന്ന് അമേരിക്കയ്ക്ക് ഇതോടെ സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ്. ലേക്ക് ലൂസോൺ ഉച്ചകൂടി ഒരു അന്തിമ കരാറിലേക്ക് എത്തിയില്ലെങ്കിലും അടുത്ത 60 ദിവസത്തിനുള്ളിൽ സമഗ്രമായ ഒരു ഉടമ്പടി രൂപീകരിക്കുന്നതിനുള്ള വ്യക്തമായ റോഡ് മാപ്പിന് ഇരുപക്ഷവും രൂപം നൽകിയിട്ടുണ്ട്. ചർച്ചകൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനായി പുതുതായി രൂപീകരിച്ച ഉന്നതതല സമിതി ഈ ആഴ്ചയും സാങ്കേതിക ചർച്ചകൾ തുടരും. ഇറാന്റെ ആണവ പരിപാടി, ഉപരോധങ്ങൾ പൂർണ്ണമായി നീക്കൽ, തർക്കപരിഹാര സംവിധാനങ്ങൾ, പ്രാദേശിക സുരക്ഷ എന്നിവയാണ് വർക്കിംഗ് ഗ്രൂപ്പുകളുടെ പ്രധാന അജണ്ടകൾ. എന്നാൽ അമേരിക്കയുടെ മുൻകാല ചരിത്രവും വിശ്വസ്തതയില്ലായ്മയും കണക്കിലെടുക്കുമ്പോൾ ഇറാൻ അതീവ ജാഗ്രതയോടെയാണ് മുന്നോട്ട് പോകുന്നത്. ഉപരോധ ഇളവുകളുടെ കൃത്യമായ വ്യാപ്തി എന്തായിരിക്കും എന്നതിലോ ഇറാന്റെ സമാധാനപരമായ യുറേനിയം സമ്പുഷ്ടീകരണത്തിനുള്ള അവകാശം പൂർണ്ണമായി അംഗീകരിക്കുന്നതിലോ അമേരിക്ക ഇപ്പോഴും വ്യക്തമായ സമയപരിധി പ്രഖ്യാപിച്ചിട്ടില്ല. പാശ്ചാത്യ രാജ്യങ്ങൾ വീണ്ടും മുൻ കരാറുകളിൽ നിന്ന് പിന്മാറിയതുപോലെ ഇനിയും പിന്മാറാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ശക്തമായ രാജ്യാന്തര ഗ്യാരണ്ടികൾ ഉറപ്പാക്കാനാണ് ഇറാന്റെ ശ്രമം. ലേക്ക് ലൂസോൺ ഉച്ചകോടിക്ക് ശേഷമുള്ള വരും ആഴ്ചകൾ പശ്ചിമേഷ്യയുടെ മാത്രമല്ല, ആഗോള രാഷ്ട്രീയത്തിന്റെ തന്നെ ഗതി നിർണ്ണയിക്കുമെന്നതിൽ തർക്കമില്ല. അമേരിക്ക തങ്ങളുടെ സാമ്രാജ്യത്വ വാശികൾ വെടിഞ്ഞ് സമഗ്രമായ കരാറിന് തയ്യാറാകുമോ, അതോ വീണ്ടും ഉപരോധങ്ങളുടെയും സമ്മർദ്ദങ്ങളുടെയും പഴയ വഴി തന്നെ സ്വീകരിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. എങ്കിലും ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കാത്ത ഇറാന്റെ നയതന്ത്ര കരുത്തും പരമാധികാര ബോധവും സാമ്രാജ്യത്വ വിരുദ്ധ ചേരിക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ലുസേൺ ഉച്ചകോടി ലോകത്തിന് നൽകുന്ന സന്ദേശവും ഇതുതന്നെയാണ്.